ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ആ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു തരട്ടെ. ഇത് ബോയ്സിന് മാത്രമല്ല കേട്ടോ, ഗേൾസിനല്ല. ഗേൾസ് ഒക്കെ ഒരു സൈഡിലായി നിന്നു. ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സ്ട്രെസ് ഫ്രീ ആക്കി നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ജീവിതം. എങ്ങനെയാണെന്നറിയോ? ബൈക്കാണ്, സ്കൂട്ടർ അല്ല കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ റഷ് റോഡിലോട്ട് നമ്മൾ വണ്ടി ഇറക്കുക. ബൈക്ക് ഏകദേശം ഒരു മിനിമം ഒരു 30-40 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ യാത്ര ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ റഷ്, ഒരുപാട് ബിസിനസ് നടക്കുന്ന ഏരിയയിൽ, ഫുട്പാത്തിലൊക്കെ ഒരുപാട് ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുവഴിയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് നോക്കണം ഓരോരുത്തരുടെ മുഖം. അതിനകത്ത് അവിടെ കൂടെ നടന്നു പോകുന്ന ആൾക്കാരും അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അങ്ങനെ ഓരോരോ ഘട്ടങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും അവരുടെ ഒരു ചിന്തകൾ എങ്ങനെയാണോ അതിനനുസരിച്ച് അവരുടെ മുഖഭാവത്തിൽ തന്നെ നമുക്കറിയാം. ചിലപ്പോൾ മീൻ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മീൻ കടക്കാർ, അതുപോലെ ഓരോരോ ചെറിയ കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അന്ന് വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസയും കൊണ്ട് വേണം അവരുടെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കാനും, അല്ലെങ്കിൽ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്ന സമയത്ത്, അല്ലയോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കാട്ടിൽ എന്തും വേണ്ടി താഴെ നിൽക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയാൻ വന്നത്, നമ്മുടെ യാത്രകളെല്ലാം, ഓരോ യാത്രകളിലും നമ്മൾ പോകുന്ന സമയത്ത് ഏത് യാത്ര ആയിക്കോട്ടെ, ആ യാത്രകളെല്ലാം നമ്മൾ മാക്സിമം വേറെയുള്ള ആൾക്കാരെ സൂം ചെയ്യാൻ നോക്കും. അവരുടെ മനസ്സിലേക്ക്, അവരുടെ മുഖത്തിലൂടെ അവരുടെ മനസ്സിലേക്ക് സൂം ചെയ്യാൻ നോക്കും. അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണ്, അപ്പോൾ അവർ ഫീൽ ചെയ്യുന്നത് എന്താണ്, ഇതെല്ലാം നമുക്ക് ഒരാളുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും അത് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ നോക്കണം, നമ്മൾ എന്തിനാണോ സ്ട്രെസ് ചെയ്യുന്നത്, ആ സ്ട്രെസ്സിനെക്കാട്ടി എന്തും വേണ്ടി മേളിലാണ് അവർ സ്ട്രെസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ സന്തോഷത്തോടെ മുമ്പിൽ വന്ന് നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നതും, അല്ലെന്നുണ്ടെങ്കിൽ കച്ചവടത്തിനാണെങ്കിൽ പോലും നമ്മൾ മേടിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്നതും ഇവരൊക്കെ തന്നെയല്ലേ? ചിന്തിച്ച് നോക്കിയേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബൈക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, ബൈക്ക് എപ്പോഴും ഒരു എഫോർട്ട്ലെസ് ഉള്ള സാധനമല്ല. നമ്മൾ കുറച്ച് സ്റ്റഫാണ് ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഗിയർ ഇടുമ്പോഴും അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിനകത്ത് വരുമ്പോഴും കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ ചെയ്താൽ മാത്രമേ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ സ്ട്രെസ് കുറച്ചൊക്കെ നമ്മുടെ കോൺസെൻട്രേഷനിലേക്ക് പോകും. സ്കൂട്ടർ ഓടിക്കുമ്പോൾ നിസ്സാരമായിട്ട് പോകും, പക്ഷേ സ്കൂട്ടർ ഒരു ടഫസ്റ്റ് സാധനമല്ല. സിമ്പിളായിട്ട് ആർക്കും വേണ്ടി, ലേഡീസിന് വേണ്ടി മാത്രം ഇറക്കിയ സാധനമാണ് സ്കൂട്ടറുകൾ. ഗിയർലെസ് വണ്ടികളുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പോൾ ഗിയറുള്ള വണ്ടികളാണ് ബോയ്സ് ഉപയോഗിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളെപ്പോഴും ടഫ് ആയിരിക്കണമല്ലോ. അപ്പോൾ ടഫായിട്ടുള്ള മെഷീനറീസ് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒരു ബോയ്സിന് ഏറ്റവും നല്ലൊരു കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആക്കുന്നതെന്ന് പറയും. ബൈക്ക് ഓടിക്കുന്ന ആളും സ്കൂട്ടർ ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഈ ടഫ്നെസ് തന്നെയാണ്. ടഫ്നെസ് എപ്പം ഒരു ആള് ഒഴിവാക്കുന്നു അവിടെ മെയിലിസം കുറയുമെന്ന് വേണമെങ്കിൽ പറയാം. ചിന്തിച്ചു നോക്കും.